നമസ്കാരം, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഹൗ മെനി ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾ റെസ്പെക്റ്റീവ്ലി വെയർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ 2019? ഇത് ശരിക്കും ഇവിടെ എത്ര ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു എന്നാ. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്തുള്ള ആർട്ടിക്കിളും ഷെഡ്യൂളും ആണ് ഇത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്തായിരുന്നു 395 ആർട്ടിക്കിളും അതുപോലെ 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നത്. ഓക്കെ, 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും ഏത് ടൈമില്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ടൈമില്. ഇപ്പൊ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഇപ്പം അപ്രോക്സിമേറ്റ്ലി 470 ആർട്ടിക്കിളും അതുപോലെ തന്നെ എത്ര ഷെഡ്യൂളും ഉണ്ട്? 12 ഷെഡ്യൂളും ഉണ്ട്. ഓക്കെ, ഇനി അമെന്റ്മെന്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 105 അമെന്റ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞ എന്താ? ഹൗ മെനി ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾസ് റെസ്പെക്റ്റീവ്ലി വെയർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ടോട്ടൽ ഇപ്പൊ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഇപ്പൊ ടോട്ടൽ 470 ആർട്ടിക്കിൾ ഉണ്ട്. എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ ഉണ്ട്. അമെന്റ്മെന്റ് എത്രാമത്തെയാ? 105ാമത്തെ അമെന്റ്മെന്റ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻസ് മെയ്ഡ് ദ കൺട്രീസ് പ്രൗഡ് ഇൻ മലേഷ്യ by being the fastest Indian to complete the Ironman Malaysia Triathlon. അപ്പം Ironman Malaysia Triathlon win ചെയ്ത ഇന്ത്യൻ, which of the following Indians made the country's proud in Malaysia? Okay, അപ്പം Ironman Malaysia Triathlon win ചെയ്ത ഇന്ത്യക്കാരൻ ആരായിരുന്നു? സ്വരൂപ് സിംഗ് ആയിരുന്നു. ആരായിരുന്നു? സ്വരൂപ് സിംഗ് ആയിരുന്നു വിൻ ചെയ്തത്. അപ്പം ഈ അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ എന്ന് പറഞ്ഞാലേ ഒരു 3.8 കിലോമീറ്റർ സ്വിമ്മിങ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 180 കിലോമീറ്റർ എന്താ സൈക്ലിംഗ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 42.2 കിലോമീറ്റർ എന്തുകൂടി വരുന്നുണ്ട്? റണ്ണിങ് കൂടി വരുന്നുണ്ട്. 42.2 കിലോമീറ്റർ എന്തുകൂടി വരുന്നുണ്ട്? റണ്ണിങ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഒരു 3.8 കിലോമീറ്റർ സ്വിമ്മിങ്, 180 കിലോമീറ്റർ സൈക്ലിംഗ്, ഒരു 42.2 കിലോമീറ്റർ എന്തുകൂടെ വരുന്നുണ്ട്? റണ്ണിങ് കൂടെ വരുന്നുണ്ട്. എന്തിലാ? അയൺമാൻ മലേഷ്യ ട്രൈത്തലോണിൽ. എന്തിലാണ്? അയൺമാൻ മലേഷ്യ ട്രൈത്തലോണില്. അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ. ഓക്കെ ആണോ? അപ്പം ഇത് വിൻ ചെയ്തത് ആരാ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാ. ആരാണ് വിൻ ചെയ്തത്? സ്വരൂപ് സിംഗ് ആണ് വിൻ ചെയ്തത്. ആരാണ് വിൻ ചെയ്തത്? സ്വരൂപ് സിംഗ് ആണ് വിൻ ചെയ്തത്. ഇയാള് ടോട്ടലി എത്ര ടൈം എടുത്തെന്ന് ചോദിച്ചാൽ 12 അവർ അതുപോലെ തന്നെ 14 മിനിറ്റ് ആണ് എടുത്തത് കേട്ടോ. ടോട്ടൽ എത്ര ടൈം എടുത്തെന്ന് ചോദിച്ചാൽ എത്ര ടൈം എടുത്തു? 12 അവർ 14 മിനിറ്റ്. ഓക്കെ, അപ്പം ഈ പേജിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എത്ര ഷെഡ്യൂള്? 8 ഷെഡ്യൂള്. ഓക്കെ ആണോ? എന്നാൽ ഇപ്പോഴോ? ഇപ്പോഴാണെങ്കിൽ 470 ആർട്ടിക്കിളും ഉണ്ട്, അതുപോലെ എത്ര ഷെഡ്യൂളും ഉണ്ട്? 12 ഷെഡ്യൂളും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് നമ്മുടെ അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ വിൻ ചെയ്തത് ആരാണ്? അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ വിൻ ചെയ്തത് സ്വരൂപ് സിംഗ് ആണ്. അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ വിൻ ചെയ്തത് ആരാണ്? അത് സ്വരൂപ് സിംഗ് ആണ്. അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ എന്താണെന്ന് പറഞ്ഞു. ഒരു 3.8 കിലോമീറ്റർ സ്വിമ്മിങ് എഴുതിയിട്ടില്ലേ? 3.8 കിലോമീറ്റർ സ്വിമ്മിങ്, ദെൻ 180 സൈക്ലിംഗ് പ്ലസ് 42.2 കിലോമീറ്റർ റണ്ണിങ്. അതാണ് എന്ത്? അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ. ഇത് വിൻ ചെയ്ത ആളുടെ പേര് സ്വരൂപ് സിംഗ്. ഓക്കെ, ഇയാൾ എത്ര ടൈം എടുത്തു? 12 അവർ 14 മിനിറ്റ് എടുത്തു. ഇതൊന്നും എക്സാം എന്തായാലും ചോദിക്കത്തില്ല കേട്ടോ. ആളുടെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അയൺമാൻ മലേഷ്യ ട്രൈത്തലോൺ വിൻ ചെയ്ത ആളാണ് സ്വരൂപ് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, which process is used by the unicellular freshwater organism and most plant cells to take in water? Okay, unicellular freshwater organismവും അതുപോലെ തന്നെ പ്ലാന്റ് സെൽസ്, കൂടുതൽ പ്ലാന്റ് സെൽസും വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റില് ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്ന വാട്ടറിനെ അവിടെ തന്നെ നിർത്താനുള്ള ആ ഒരു പ്രോസസ്സ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ്സ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഫിഫ റെഗുലേഷൻ എ ഫുട്ബോൾ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നു? സോസർ എന്ന് പറയുന്നു.
Matches consist of 2 45 minutes half with a dash rest period in between. ഓക്കെ, അപ്പൊ ഫുട്ബോളിൽ ആ റെസ്റ്റിംഗ് പീരീഡ് എത്ര ടൈം ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര ടൈം ആണ് നിങ്ങൾക്ക് അറിയാം. എത്ര ടൈം ആണ്? 15 മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ഫിഫ എന്ന് പറഞ്ഞില്ലേ? ഈ ഫിഫയുടെ ഫുൾ ഫോം എന്താ? ഫെഡറേഷൻ ഓഫ് ഫിഫ. ഫിഫയുടെ ഫുൾ ഫോം എന്താ പറഞ്ഞേ? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. അതാണ് എന്ത്? ഫിഫ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഫ ഫോം ചെയ്ത വർഷം ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 1904 എന്ത് ഫോം ചെയ്യുന്നത്? ഫിഫ ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടി അറിഞ്ഞിരിക്കുക. എവിടെയാണ് അത്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഏത് വർഷം ഫോം ചെയ്തു? 1904 ഫോം ചെയ്തു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Which scientist among the following coined the term protoplasm for the fluid substance of the cell? ഓക്കെ, അപ്പം പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അധികം എങ്ങും ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? പർക്കിൻജി എന്ന് പറയുന്ന ആളാണ് എന്ത് കോയിൻ ചെയ്തത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഇനി ചിലപ്പം ചോദിക്കാം, ഈ പ്രോട്ടോപ്ലാസം എന്ന ടേം ഇയാൾ ഏത് വർഷമാണ് കോയിൻ ചെയ്യുന്നത് ചോദിക്കാം. അതുകൂടി ജസ്റ്റ് ഓർത്തിരുത്തേക്കുക. 1839 കേട്ടോ. അപ്പം 1839 പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന വേർഡ് പർക്കിൻജി കോയിൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following wrote the book India Wins Freedom? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്കാണ്. ഏത്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഓക്കെ ആണോ? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പം ഈ പേജിൽ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആളുടെ പേര് പർക്കിൻജി, ഇൻ ദ ഇയർ 1839. ദെൻ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്കാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was the first Indian woman athlete to win a gold medal in any Asian Games? Okay, അപ്പൊ എന്താ? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അത്ലറ്റ് ആണ്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അത്ലറ്റ് ടു വിൻ എ എന്ത് മെഡലാണ്? ഗോൾഡ് മെഡൽ ആണ്. എന്തില്? ഏഷ്യൻ ഗെയിംസില്. ഏഷ്യൻ ഗെയിംസില് ഗോൾഡ് മെഡൽ കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അത്ലറ്റ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഏഷ്യൻ ഗെയിംസില് ഗോൾഡ് മെഡൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അത്ലറ്റ് ആരാണ്? കമൽജീത് സന്ധു. ഏത് വർഷമാണെന്ന് അറിയോ? 1970 കേട്ടോ. 1970 ഇതിന്റെ കൂടെ ഒരു കാര്യം ഓർത്തേക്കുക. 1971 കമൽജീത് സന്ധുവിന് എന്ത് കിട്ടുന്നുണ്ട്? പത്മശ്രീ കിട്ടുന്നുണ്ട്. അതുകൂടി ഇതിനൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 1971 കമൽജീത് സന്ധുവിന് എന്തുകൂടി കിട്ടുന്നുണ്ട്? പത്മശ്രീ കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following events occurred before the arrival of Simon Commission in India? അപ്പം ഇന്ത്യയില് സൈമൺ കമ്മീഷൻ വരുന്നതിന് മുന്നേ നടന്ന ഇവന്റ്സ് ഏതാണ്? ഏത് ഇവന്റ്സ് ആണ്? കഗോരി കോൺസ്പിറസി ആണ്. ഏത് ഇവന്റ് ആണ്? കഗോരി കോൺസ്പിറസി. ഏത് വർഷം? കഗോരി കോൺസ്പിറസി നടന്നത് 1925. ഏത് വർഷമാണ്? ഓഗസ്റ്റ് 9 ആണ്. 1925 ഓഗസ്റ്റ് 9 എന്ത് നടന്നത്? കഗോരി കോൺസ്പിറസി നടന്നത്. കഗോരി കോൺസ്പിറസി ഏത് വർഷം നടന്നു? 1925 ഓഗസ്റ്റ് 9 എന്ത് നടന്നത്? കഗോരി കോൺസ്പിറസി നടന്നത്. ഏത് വർഷം? 1925 ഓഗസ്റ്റ് 9 എന്ത് നടന്നു? കഗോരി കോൺസ്പിറസി നടന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഇവന്റ് ആണ് സൈമൺ കമ്മീഷൻ വരുന്നതിന് മുന്നേ നടന്നത്? സൈമൺ കമ്മീഷൻ അപ്പൊ ഏത് വർഷം വരുന്നത് നമ്മൾ അറിയണ്ടേ? സൈമൺ കമ്മീഷൻ 1927 ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നത് 1928. ഓക്കെ, ഫോം ചെയ്യുന്ന ഇയർ 1927, ഇന്ത്യയിലേക്ക് വരുന്നത് 1928. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സൈമൺ കമ്മീഷന് തൊട്ട് മുന്നേ നടന്ന ഇവന്റ്സ് അല്ലെ? അല്ലെങ്കിൽ സൈമൺ കമ്മീഷന് മുന്നേ നടന്ന ഇവന്റ് ഏതാണെന്നായിരുന്നു ഇല്ലേ?
അപ്പൊ പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തറിയണം? സൈമൺ കമ്മീഷൻ ഫോം ചെയ്ത വർഷവും അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എന്ന വർഷം അറിയണ്ടേ? അപ്പൊ 1927 സൈമൺ കമ്മീഷൻ ഫോം ചെയ്യുന്നു, 1928 എന്ത് വരുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ കഗോരി കോൺസ്പിറസി ഏത് ദിവസം, ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം? 1925 ഓഗസ്റ്റ് 9. നിങ്ങൾ പഠിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ ദിവസം കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ. കാരണം ഒരു എക്സാമിന് ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്ന വർഷം തന്നിട്ടുണ്ട്. 1914 ടു ഓഗസ്റ്റ് 9 എന്ത് നടക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പം ഈ സെയിം ഈ ദിവസം, അതായത് ഈ ഓഗസ്റ്റ് 9 തന്നെ നടന്ന, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓഗസ്റ്റ് 9 തന്നെ നടന്ന ഏത് ഇൻസിഡന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഗസ്റ്റ് 1942 ഓഗസ്റ്റ് 9 എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഇവന്റ് ആണ് ഈ ഓഗസ്റ്റ് 9 എന്ന് പറയുന്ന ദിവസം നടന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഏതാ? കഗോരി കോൺസ്പിറസി ആണ് എന്ന് നടക്കുന്നത് 1925 ഓഗസ്റ്റ് 9 നടക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The aim of dash is to promote Panchayat Raj institutions in the country. Okay. The aim of dash is to promote the Panchayat Raj institution in the country. അപ്പൊ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അമെന്റ്മെന്റ് ഏതാണെന്ന്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അമെന്റ്മെന്റ്, ഇത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. 73rd amendment 1992. 1992 73ാമത്തെ അമെന്റ്മെന്റിലാണ് എന്തിനെ പറ്റി പറയുന്നത്? പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നത്. ഓക്കെ, പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന അമെന്റ്മെന്റ് ആണ് ഏത്? 73rd amendment. ഏത് വർഷം? 1992. ഓക്കെ ആണോ? Then next question. Who among the following won the Dadasaheb Phalke Award in 2020 for his documentary ചീലുപ്പോ? അപ്പൊ ചീലുപ്പോ എന്ന് പറയുന്നത് ആരുടെ ഡോക്യുമെന്ററി ആണ്? കെസാൻഡി തോങ്ഡോക് എന്ന് പറയുന്ന ആളിന്റെ എന്താണ് ഡോക്യുമെന്ററി ആണ് ഇത്? ചീലുപ്പോ. ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was the youngest umpire to enter the ICC Elite Panel? അപ്പം ICC Elite പാനലില് എൻ്റർ ചെയ്ത യങ്ങസ്റ്റ് അമ്പയർ ആരാണ്? അത് നിതിൻ മേനോനാണ്. ഓക്കെ, ആരാണ്? നിതിൻ മേനോൻ. അപ്പം ഈ പേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന അമെന്റ്മെന്റ് ഏതാണ്? 73rd അമെന്റ്മെന്റ് ആക്ട് 1992. പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന അമെന്റ്മെന്റ് ആണ് 73rd അമെന്റ്മെന്റ് ആക്ട് 1992. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In how many phases was the general election to the Legislative Assembly of Bihar 2020 conducted by the Election Commission of India? ഓക്കെ, ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ 2020 എത്ര ഫേസിലായിട്ടായിരുന്നു നടന്നത്? 3 ഫേസിലായിട്ട്, 3 phase. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following is a conventional source of energy? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആണ് ഏതൊക്കെയാണ്? ഫയർവുഡ്, കോള്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് എന്ത്? ഇതൊക്കെയാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഏതൊക്കെയായിരിക്കും? അത് നമ്മുടെ ടൈഡൽ എനർജി ഒക്കെയാണ് എന്ത്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ദാറ്റ് മെഷേഴ്സ് എ കൺട്രീസ് ഓവറോൾ അച്ചീവ്മെന്റ്സ് ഇൻ ദ ടേം ഓഫ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. എന്താണിത് മെഷർ ചെയ്യുന്നത്? നമ്മുടെ കൺട്രിയുടെ ഓവറോൾ അച്ചീവ്മെന്റ് ആണ്. ഏതൊക്കെ ടേമില്? ഹെൽത്തിന്റെ ടേമില്, എഡ്യൂക്കേഷന്റെ ടേമില്, അതുപോലെ തന്നെ ഇൻകത്തിന്റെ ടേമില്. ഏതൊക്കെയാണ്? ഹെൽത്തിന്റെ ടേം, എഡ്യൂക്കേഷന്റെ ടേം, അതുപോലെ തന്നെ എന്തിന്റെ ടേം? ഇൻകത്തിന്റെ ടേം. ഈ 3 ടേം കൂടെ നോക്കുകയാണെങ്കിൽ നമ്മള് കൺട്രിയുടെ ഓവറോൾ അച്ചീവ്മെന്റ് മെഷർ ചെയ്യാൻ ഏത് ടേം യൂസ് ചെയ്യുന്നു? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. എന്തൊക്കെ മെഷർ ചെയ്യാനാണ്? അതുകൊണ്ട് പഠിച്ചിരിക്കണേ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏതൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന്. അപ്പൊ എന്തിനാണെന്ന് കൂടി അറിയുക. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം. ഏതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് എത്രയായിരുന്നു?
132 132ാമത്തെ റാങ്ക് ആയിരുന്നു. എത്രയില്? 191 കൺട്രീസ് എടുക്കുവാണെങ്കിൽ. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് 132. എക്സാമിന് ഇങ്ങനെയും കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മുടെ ഇൻഡെക്സ് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് 132. ടോപ്പിൽ വന്ന കൺട്രിയും ചോദിക്കാറുണ്ട് എക്സാമിന്. ഏതാണ്? നോർവേ ആണ്. ഓക്കെ, എക്സാമിന് ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്നറിയോ? UNDP ആണ്. UNDP യുടെ ഫുൾ ഫോം എന്താ? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് UNDP ആണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇയർ കൂടി അറിയണം. ഏത് വർഷമാണെന്നറിയോ? 1990ലാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷനാ? അത് UNDP ആണ്. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്? 1990ല്, 1990ലാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. Among the following introduce the doctrine of loves. Doctrine of loves, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ വേഗം കിട്ടും. ഏതായിരുന്നു? ലോർഡ് ഡെൽഹൌസി. ലോർഡ് ഡെൽഹൌസി ആയിരുന്നു എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡോക്ടറിൻ ഓഫ് ലോവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ലോർഡ് ഡെൽഹൌസിയുടെ ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു 1848 മുതൽ 1856 വരെ ആയിരുന്നു അല്ലെ? പിന്നെന്താ പറഞ്ഞേ? ഈ ഡോക്ടറിൻ ഓഫ് ലോവ്സിലൂടെ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് സത്താരയാണ്. ഓക്കെ, അപ്പൊ ഡോക്ടറിൻ ഓഫ് ലോവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഡോക്ടറിൻ ഓഫ് ലോവ്സ്? ലോർഡ് ഡെൽഹൌസി. ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്നുകൂടി പറയുന്ന ചില ക്ലാസ് കേൾക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന കേൾക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ഓക്കെ, പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാല് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കോൺവാലിസ്. ദെൻ അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ്. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കോൺവാലിസ്, സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് ആരായിരുന്നു? സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി. ഇത് രണ്ടുപേരും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ, പഠിച്ചങ്ങ് വെച്ചേക്കുക, മറക്കാത്ത രീതിയിൽ പഠിക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺവാലിസും, അതുപോലെ തന്നെ സബ്സിഡറി അലയൻസോ ലോർഡ് വെല്ലസ്ലി. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കോൺവാലിസ്, സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Among the following constructed the Jamaat Khana Mosque. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇടയ്ക്ക് ഈ തീസിസിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ പോർഷൻസിൽ നിന്ന് പുതിയ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മിഡീവിയൽ ഹിസ്റ്ററി ആണ് കേട്ടോ. മിഡീവിയൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ നമ്മുടെ മുഗൾസ് ഇല്ലേ, ഈ രണ്ട് പോർഷൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. ഈ രണ്ട് പോർഷനിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജമത്ഖാന മോസ്ക്. അപ്പൊ ജമത്ഖാന മോസ്ക് ആരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ സൈദ് ഡൈനസ്റ്റിയുടെ ഫൗണ്ടറായ ആര്? കിസിർ ഖാൻ. അപ്പൊ കിസിർ ഖാൻ ആണ് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ജമത്ഖാന മോസ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? 17th ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ. The property of metal to produce a ringing sound on being struck with a hard object is known as. അപ്പൊ എന്താ? ഈ മെറ്റൽസ് ഒക്കെ താഴെ വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ? ആ സൗണ്ടിന് കാരണം എന്താ? പ്രോപ്പർട്ടി പറയുന്ന പേരെന്താ? സൊണോറസ് അല്ലെങ്കിൽ സൊണോറിറ്റി. സൊണോറസ് എന്നാണ് എന്തെന്ന് പറയുന്നത്? The property of the metal to produce ringing sound on being struck with a hard object. ഒരു ഹാർഡ് ഒബ്ജക്റ്റിൽ സ്ട്രക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് താഴെ വീഴുമ്പോഴോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിംഗിങ് സൗണ്ട് ഇല്ലേ, ആ റിംഗിങ് സൗണ്ടിനാണ് എന്തെന്ന് പറയുന്നത്? സൊണോറസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ? സോയിലിനെ ഫെർട്ടൈൽ ആക്കാൻ സഹായിക്കുന്ന എന്താ? ദ റൈറ്റ് മിക്സ് ഓഫ് മിനറൽസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. ഒരു സോയിലിനെ ഫെർട്ടൈൽ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? The right mix of minerals and organic matter. മിനറൽസിന്റെയും ഓർഗാനിക് മാറ്ററിന്റെയും ശരിയായ ഒരു മിക്സ് ആണ് എന്തിനെ ഫെർട്ടൈൽ ആക്കുന്നത്? സോയിലിനെ ഫെർട്ടൈൽ ആക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത്, which of the following cities is the headquarters of Axis Bank located? അപ്പം ആക്സിസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അപ്പൊ ആക്സിസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആക്സിസ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഈ ആക്സിസ് ബാങ്ക് 1993 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? അത് 1994.
ഓക്കെ, നമ്മുടെ HDFC ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? HDFC ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ തന്നെയാണ്. അതുപോലെ തന്നെ ICICI ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ തന്നെയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? അതും മുംബൈയിൽ തന്നെയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാ? അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിൽ തന്നെയാണ്. ഏതൊക്കെയാ? HDFC ബാങ്ക്, ICICI ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിന്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇതിന്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ആക്സിസ് ബാങ്ക് ആയിരുന്നു. ആക്സിസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? മുംബൈയിലാണ്. ആക്സിസ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏത് വർഷമാണ്? 1923. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഏത് വർഷമാണ്? 1994. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following sports personalities won the രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്? അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്പോർട്സ് പേഴ്സണാലിറ്റി ആണ് എന്ത് വിൻ ചെയ്തത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് വിൻ ചെയ്തത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്പോർട്സ് പേഴ്സണാലിറ്റി ആണ് വിൻ ചെയ്തത്? അപ്പം അതിനു മുന്നേ ഒരു കാര്യം കൂടി അറിയുക. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ പേര് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ പേര് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയിട്ടുണ്ട്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയിട്ടുണ്ട്. എന്തിന്റെ പേര് മാറ്റിയിട്ടാ? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ പേര് മാറ്റിയിട്ട് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടി ഇതിനോട് അറിയാം. നമ്മുടെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1991-92. 1991-92 സമയത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അല്ല, അങ്ങനെ പറയതിനി എങ്ങനെ പറയണം? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 1991-1992 സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് കിട്ടുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ആർക്കാ? ആദ്യത്തെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടുന്നത് വിശ്വനാഥൻ ആനന്ദിനാണ്. വിശ്വനാഥൻ ആനന്ദിനാണ് എന്ത് കിട്ടുന്നത്? ആദ്യത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടുന്നത്. എത്ര രൂപയാണെന്ന് ചോദിക്കാം, എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഏതോ ഒരു എക്സാമിന് ഇങ്ങനത്തെ അവാർഡ്സിന്റെ പ്രൈസ് മണി ചോദിച്ചിരുന്നു. ഓക്കെ, എത്ര രൂപയാണ്? 25 ലക്ഷം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവിടെ ആരായിരുന്നു? മരിയപ്പൻ തങ്കവേലു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പോഴും രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്തു വെച്ചിട്ട് ഭയങ്കര ഡെപ്തിലൊന്നും പഠിക്കണ്ട. ആ സ്പോർട്സ് പേഴ്സണും അതുപോലെ തന്നെ എന്ത് പഠിക്കുക, അവർ ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് പഠിക്കുക. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടിയ ഈ വർഷം കിട്ടിയ ആൾക്കാരെ എടുത്തു വെച്ചിട്ട് അവരുടെ പേരും അവർ ഏത് സ്പോർട്സിനുമായിട്ട് ബന്ധപ്പെട്ടെന്നും പഠിക്കുക. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? സ്പോർട്സ് റിലേറ്റഡ് പേഴ്സൺസിനെ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ദേവപ്രയാഗ് is the place where the ഭഗീരഥി joins. അപ്പം ഭഗീരഥിയും വേറെ ഏത് റിവറോട് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് എന്ന് പറയുന്നത്? ദേവപ്രയാഗ് എന്ന് പറഞ്ഞാൽ ഭഗീരഥയും അളകനന്ദയും കൂടെ ജോയിൻ ചെയ്യുന്ന പ്ലേസ് ആണ്. ഏതാണ്? ഭഗീരഥയും അതുപോലെ തന്നെ അളകനന്ദയും കൂടെ ജോയിൻ ചെയ്യുന്ന പ്ലേസ് ആണ് ഏത്? ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ചോദിക്കും, ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുവേ. ദേവപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയും അതുപോലെ ഭഗീരഥയും കൂടി മീൻസ് കോൺഫ്ലുവൻസ് ചെയ്ത് ഒഴുകുന്ന സ്ഥലം, മീൻസ് അവർ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. Dash is an asset that the borrower owns and uses as a guarantee to a lender until the loan is repaid. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലോൺ വാങ്ങി എന്നിട്ടത് തിരിച്ചു കൊടുക്കുന്നിടം വരെ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് നൽകുന്ന ആ ഒരു അസറ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊളാറ്ററൽ എന്ന് പറയുന്നത്. എന്താണ്? ആ ഒരു ഗ്യാരണ്ടി അസറ്റ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? കൊളാറ്ററൽ. എന്താണ്? കൊളാറ്ററൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the two languages in which Kandahar bilingual rock inscriptions were written? Okay, അപ്പം കന്ദാഹർ ബൈലിംഗുവൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഏത് ലാംഗ്വേജ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്? കന്ദാഹർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത് 2 ലാംഗ്വേജസ്. ഏതൊക്കെയാണ്? ഗ്രീക്കും അറാമിക്കും ആണ് കേട്ടോ. കന്ദാഹർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗ്രീക്കും അറാമിക്കും ആണ്. ഈ കന്ദാഹർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആരെ പറ്റിയിട്ടുള്ളതാ? ഇത് അശോകനെ പറ്റിയിട്ടുള്ളതാണ്. കന്ദാഹർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആരെ പറ്റിയിട്ടുള്ളതാണ്? അശോകനെ പറ്റിയിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള 2 ലാംഗ്വേജസ് ഏതൊക്കെയാണ്? അത് ഗ്രീക്കും അറാമിക്കും ആണ്. ഏതാണ്? ഗ്രീക്കും അറാമിക്കും. ഏതാണ്? കന്ദാഹർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ.
ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുറച്ച് റോക്ക് ഇൻസ്ക്രിപ്ഷൻ എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം പറയുവാണെങ്കിൽ ഒരു 4 എണ്ണം പറയാം. ജുനഗഡ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരാ? ജുനഗഡ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ രുദ്രദാമൻ. ജുനഗഡ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരാണ്? രുദ്രദാമൻ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി. ഇതൊക്കെ എവിടെയാണ്? ഇത് സമുദ്രഗുപ്തൻ. അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത് ആരുടെ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ്? സമുദ്രഗുപ്തന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ്. ദെൻ ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുടെയാണ്? കരവേലന്റെ ആണ് കേട്ടോ. ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുടെയാണ്? ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ കരവേലിന്റെ ആണ്. കരവേലിന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഇത് ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ദെൻ അപ്പൊ ഇത് 3 പഠിക്കാം. ഇവിടെ എന്തായിരുന്നു? കന്ദാഹർ ബൈലിംഗൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ഏതൊക്കെ ലാംഗ്വേജില്? ഗ്രീക്കിലും അറാമിക്കിലും. ഇൻസ്ക്രിപ്ഷൻ ആരാണ്? അശോകന്റെ. ദെൻ അടുത്തത് ജുനഗഡ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് എഴുതിയത്? രുദ്രദാമന്റെ ആണ് ജുനഗഡ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത് സമുദ്രഗുപ്തന്റെ ആണ്. ഹാത്തിഗുംബ പില്ലർ ഇൻസ്ക്രിപ്ഷനോ? അത് കരവേലന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ സക്സസർ ഓഫ് ചന്ദ്രഗുപ്ത? അപ്പൊ ചന്ദ്രഗുപ്ത ഏൻഷ്യന്റ് ഹിസ്റ്ററി ആണ്. ചന്ദ്രഗുപ്തന്റെ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒരുപാട് അങ്ങ് ഡെപ്തിൽ പഠിക്കണ്ട കേട്ടോ. ദെൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് അത് പഠിക്കുക. ഓക്കെ, കാരണം ഏൻഷ്യന്റ് ഒന്നും നമുക്ക് മൊത്തത്തിലൊന്നും പഠിച്ചാൽ എല്ലാ എക്സാമിനും ചോദിക്കത്തില്ലെന്നല്ല, ഒരുപാട് അങ്ങ് ഡെപ്തിൽ പഠിക്കാൻ നമുക്ക് അത്രയും ടൈം നഷ്ടമാണ്. ഇപ്പൊ എക്സാം അങ്ങ് ആയില്ലേ, ഇന്നിപ്പോ December 10 January 10 എക്സാം അല്ലേ, അത്ര ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സ്മാർട്ടായിട്ട് മീൻസ് നമുക്ക് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പഠിച്ച കുറച്ച് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ, അപ്പം ആ ഏരിയാസ് എടുത്ത് വെച്ച് അതിന് കുറച്ച് സമയം കളഞ്ഞായാലും പ്രശ്നമില്ല. അങ്ങനെ പഠിക്കുക കേട്ടോ. ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ സക്സസർ ഓഫ് ചന്ദ്രഗുപ്ത? അപ്പൊ ചന്ദ്രഗുപ്തന്റെ സക്സസർ ആരാണ്? ചന്ദ്രഗുപ്തന്റെ സക്സസർ ആണ് സമുദ്രഗുപ്ത. ചന്ദ്രഗുപ്തന്റെ സക്സസർ ആണ് സമുദ്രഗുപ്ത. ഹു ഓതർഡ് ദ ബുക്ക് വോയിസ് ഓഫ് ഡിസെന്റ്? വോയിസസ് ഓഫ് ഡിസെന്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതാരായിരുന്നു? റോമില താപ്പർ. ആരായിരുന്നു? റോമില താപ്പർ ആണ് ഏത് പുസ്തകം എഴുതുന്നത്? വോയിസസ് ഓഫ് ഡിസെന്റ്. ഓക്കെ, വോയിസസ് ഓഫ് ഡിസെന്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന ആരായിരുന്നു? റോമില താപ്പർ. അപ്പൊ റോമില താപ്പറിന്റെ പുസ്തകമാണ് ഏത്? വോയിസസ് ഓഫ് ഡിസെന്റ്. ഓക്കെ, നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തില്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുക, അതിന്റെ കറക്റ്റ് ഫാക്ട്സ് കൂടി പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ താങ്ക് യു.